വെൽക്കം ബാക്ക് ടു ആംസ് വ്ലോഗ്സ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ആംസ് വ്ലോഗ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുട്ടി ഗ്രൂം വിത്ത് ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ ആയിട്ടാണ്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ അത് ഈ ഒരു ഔട്ട്ഫിറ്റാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇതൊരു കുർത്തിയാണ് കേട്ടോ. സോ ഇതിലേക്ക് പറ്റുള്ളൊരു ഓഫീസ് അല്ലെങ്കിൽ ഒരു വർക്കിന് പോകുമ്പോൾ ഞാൻ വർക്കിന് പോകാൻ നിൽക്കുകയാണ്. സോ അതിന് മുന്നേ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ നോക്കാം. പെട്ടെന്ന് തന്നെ ഈ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ സ്കിൻ കെയർ ഒക്കെ ഓൾറെഡി പകുതി ഞാൻ ഡൺ ആക്കി വെച്ചിട്ടുണ്ട്, ബാക്കി കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ നാട്ടിൽ വന്നിട്ട് അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം എന്ന് പറയുന്ന നാടാണ്. സോ അത് എപ്പോഴും എന്തിനും ഏതൊരു കാര്യത്തിലും രണ്ടോ മൂന്നോ പക്ഷം ആയിരിക്കും മിക്ക കാര്യത്തിനും വന്നിട്ടും. അപ്പോൾ എനിക്കതുപോലെ കേൾക്കേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള രണ്ട് പക്ഷമുള്ളൊരു കാര്യമാണ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇതുപോലെ രണ്ട് പക്ഷത്തിനെ പറ്റിയുള്ള ഒരു കാര്യത്തിനെ പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഇത് ആരോടും എൻ്റെ അഭിപ്രായം അടിച്ചേൽപ്പിക്കാനോ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മൾ സംസാരിക്കാം. ഇതുപോലെ എത്ര പേര് അങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണ് അറിയാനായിട്ടുള്ള മാത്രം. സോ ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ വന്നിട്ട് എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്കായാലും എന്നെ നേരിട്ട് അറിയുന്നവർക്കായാലും ഒക്കെ അറിയായിരിക്കും, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 3 years കഴിഞ്ഞിട്ടുള്ള ഒരു മാരീഡ് വുമൺ ആണ്. സോ ഇതിനെ പറ്റിയുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ചർച്ച എന്നൊന്നും വിളിക്കണ്ട, ഇപ്പൊ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് കാണാം, നല്ല അടിപൊളി താലിമാലയൊക്കെ ഇട്ട് നിൽക്കുകയാണ്, നിങ്ങൾക്ക് നന്നായിട്ട് കാണാം. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത്, ഈ താലിമാലയിൽ ഈ താലി ഒന്ന് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇനി വീഡിയോയിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, താലി കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണോ താലി തിരിച്ചിട്ടത് എന്ന്. ഇതിനെ ഞാൻ എന്ത് റിപ്ലൈ ആണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ രണ്ട് രീതിയും ചെയ്യാറുണ്ട്. ഒന്ന്, അറിയാണ്ട് ആയി പോവാറുണ്ട്, എന്നാൽ ഞാൻ അറിഞ്ഞുകൊണ്ട് ആക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ ഇട്ട ഡ്രസ്സിന്റെ ഒരു കളർ കോമ്പിനേഷൻ എന്താ, ബ്ലൂ ആൻഡ് വൈറ്റ്. ഇതിലേക്ക് മിക്ക ഒരാളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഒരു ഫാഷനബിൾ ആയിട്ട് അല്ലെങ്കിൽ അത്തരം ടിപ്സ് ഒക്കെ ഫോളോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, മിക്ക ആൾക്കാർക്കായാലും അവർ പറയാ ഇതിലേക്ക് സിൽവർ ടച്ചുള്ള ഒരു ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ ആ ഒരു ഓർണമെന്റ്സ് ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഭംഗി ഉണ്ടായിരിക്കുക എന്നാണ്. സോ ഞാൻ എൻ്റെ വീഡിയോസിൽ മാത്രമല്ല, ഞാൻ പേഴ്സണലി ആയാലും അത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. എന്നെ നേരിട്ട് അറിയുന്നവർക്കും എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇതിലേക്ക് എനിക്ക് ഇഷ്ടം കൂടുതൽ വലിയ സിൽവർ ജുംക്ക അല്ലെങ്കിൽ സിൽവർ ആയിട്ടുള്ള എന്തെങ്കിലും ഓർണമെന്റ്സ്, അതുപോലെ ബാംഗിൾസ് ആയാലും ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ളത്, അതുപോലെ നല്ല വലുതായിട്ടുള്ള മാല എന്തെങ്കിലും ഇടാൻ സിൽവർ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ തന്നെ വലിയ കമ്മലിട്ടിട്ട് ഞാൻ പെയർ ചെയ്യും, മാല ഒന്നും ഇടാണ്ട്. സോ ഇങ്ങനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ സ്റ്റൈൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതാണ് എനിക്കിഷ്ടം. ഞാൻ പണ്ടും അങ്ങനെയാണ്, ഇപ്പോഴും എനിക്ക് അതാണ് ഇഷ്ടം. സോ ഞാൻ ചിലപ്പോൾ ഈ ഒരു കണ്ടന്റ് ടൈപ്പ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് കാരണം തന്നെ എനിക്ക് നിങ്ങളുടെ മുന്നിൽ നല്ല പ്ലസന്റ് ആയിട്ട് നല്ല കറക്റ്റ് ഒരു നമ്മളൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ സ്റ്റൈൽ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഞാനിപ്പോൾ ഒരു വെസ്റ്റേൺ മേക്കപ്പ് ലുക്ക് എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൂടെ ഞാൻ ട്രഡീഷണൽ മിക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നുള്ളതിൽ എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ല. ഞാൻ അങ്ങനെയല്ല പൊതുവെ സ്റ്റൈൽ ചെയ്യാറ്, അത് കാരണം. സോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ ഒരു താലിമാല എൻ്റെ കഴുത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. അങ്ങനെയുള്ളവരുണ്ട്, അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഫോളോ ചെയ്യാം. അതൊരു യാതൊരു തെറ്റായ കാര്യം ഒന്നുമല്ല. പക്ഷെ ഇത് വന്നിട്ടും തെറ്റായൊരു കാര്യമല്ല. നമ്മൾ അതിനെ അവഗണിക്കുക, അതിനൊരു വില വെക്കാണ്ടിരിക്കുക, അങ്ങനെയൊന്നുമല്ല. നമുക്കൊരു ഒറ്റ ലൈഫേ ഉള്ളൂ, അത് നമുക്ക് ഇഷ്ടത്തിന് ജീവിക്കുക എന്നുള്ളതല്ലേ. ഞാൻ ഈ ഒരു ചെയിൻ വന്നിട്ട് ഇത് ചിലപ്പോൾ ഇത് ഞാൻ എൻ്റെ കഴുത്തിൽ ഇട്ടിട്ടുള്ളത് ഇത് എൻ്റെ ഒരു ഇഷ്ടത്തിന് മാത്രമാണ്. ഒരാളും പറഞ്ഞിട്ടോ ഒരാൾ നിർബന്ധിച്ചിട്ടോ ഉള്ളതല്ല. എനിക്കിടാൻ തോന്നി, ഞാൻ ഇട്ടു. നാളെ ചിലപ്പോൾ എനിക്ക് വേറെ ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ എനിക്ക് വേറെ മാലയോട് ഒരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ, ഇപ്പം അടുത്തൊരു ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ റോസ് ഗോൾഡ് ആയിട്ടുള്ള ചെയിൻ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ചെയിൻ. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്നും നമുക്കിതിങ്ങനെ ഊരി വെച്ചിടാനായിട്ട് ബുദ്ധിമുട്ടായത് കാരണം കുറച്ച് ഞാൻ അതിട്ട് നടന്ന ടൈം ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, എന്താ കല്യാണം കഴിഞ്ഞു എന്നുള്ളത് ആരും അറിയാണ്ടിരിക്കാനായിട്ടാണോ ഇങ്ങനെ ചെയ്തതെന്ന്. എന്താ ഞാൻ അതിന് ഉത്തരം കൊടുക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ
അങ്ങനെ ആരും അറിയാണ്ടിരിക്കാനായിട്ടാണെങ്കിൽ ഞാൻ എൻ്റെ ഈ സോഷ്യൽ മീഡിയയിൽ എൻ്റെ സിംഗിൾ പിക്സ് മാത്രം, എൻ്റെ സിംഗിൾ സ്റ്റോറി മാത്രം, അത് മാത്രം ഞാൻ അപ്ലോഡ് ചെയ്താൽ പോരെ, അത് മാത്രം നിങ്ങളെ കാണിച്ചാൽ പോരെ. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും എനിക്ക് പബ്ലിക്കിൽ വന്നിട്ട് ഷെയർ ചെയ്യേണ്ട എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ? കുറച്ചൊന്ന് ലോജിക്കായിട്ട് ചിന്തിച്ച് നോക്കി. എനിക്ക് കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് അല്ലെങ്കിൽ കൂടുതൽ ഫോളോ റിക്വസ്റ്റ് വരുന്നത് ഇതെല്ലാം ഇൻസ്റ്റാഗ്രാമിലാണ്. അതും മെയിൽ ഉണ്ടാവലുണ്ട്, ഫീമെയിൽ ഉണ്ടാവാറുണ്ട്. അപ്പം ഇവരെയൊക്കെ പറ്റിക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനെ താലിമാലയൊന്നും ഇടാണ്ട് നിൽക്കുന്നു. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വെഡ്ഡിങ് ഫോട്ടോ വരെ ഇൻസ്റ്റാഗ്രാമിൽ പിൻ ചെയ്ത് വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? സോ എനിക്കതിൻ്റെ ഒരു എന്താ പറയുക, ഇവരെ ചിന്തിക്കുന്ന ഒരു ഇത് എനിക്ക് കിട്ടുന്നില്ല. പല പല ചോദ്യങ്ങൾ നമ്മളോട് ഉന്നയിക്കുമ്പോൾ ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുന്നതെന്ന് പോലും എനിക്ക് ഇതുവരെ മനസ്സിലാവാത്തൊരു കാര്യമാണ്. അപ്പോൾ ഒരിക്കലും വന്നിട്ട് ഒരു ഫംഗ്ഷനിടയിൽ ഞാൻ നേരിട്ടൊരു സിറ്റുവേഷനാണ്. ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ ഞാൻ ഇരിക്കുന്നുണ്ട്. ഞാൻ വന്നിട്ട് അന്നത്തെ ഔട്ട്ഫിറ്റിന് മാച്ചായ രീതിക്ക് ഞാനൊരു മാല പെയർ ചെയ്യാനാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് എന്തോ അത് ഞാൻ എടുത്തിടാനുള്ള എന്തോ മടി കാരണോ ലേറ്റ് ആയത് കാരണോ പിന്നെ ഞാൻ കരുതി എൻ്റെ ഈ ഒരു ചെയിൻ എന്താ ലൈറ്റ് വെയിറ്റ് എൻ്റെ ചെയിൻ അങ്ങോട്ട് ഇട്ട് പോകാമെന്ന്. ഞാനത് ഇട്ടിട്ട് പോലും ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ നിന്ന് എനിക്കുണ്ടായ ചെറിയൊരു സിറ്റുവേഷനാണ് ഞാൻ പറയാൻ പോണേ. ഇത് ഇട്ടിട്ട് പോലും എന്ന് പറഞ്ഞത് എന്തോ ഭാഗ്യത്തിനാണ് ഇതിട്ടത്, അല്ലെങ്കിൽ ഇതും ഉണ്ടാവാറില്ല, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഗ്രൂപ്പിലുള്ള അടുത്ത ആളുടെ ചോദ്യമായിരുന്നു, കല്യാണം കഴിഞ്ഞത് ചെക്കന്മാരൊന്നും അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത്. ഞാൻ കുറച്ച് നേരം സൈലൻ്റ് ആയിട്ട് അങ്ങോട്ട് ഇരുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ, എൻ്റെ ഹസ്ബൻഡിനോ എനിക്കോ ഇല്ലാത്തൊരു പ്രശ്നം എന്തിനാണ് മറ്റുള്ളവർക്കെന്ന് മനസ്സിലാവില്ല. ഞാൻ സൈലൻ്റ് ആയിട്ട് പല ടൈമും ഇരിക്കാനായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സൈലൻസിൽ നിന്ന് ഞാൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊന്നും ചിലപ്പോൾ എൻ്റെ ആ ഒരു പൊട്ടിത്തെറി ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് വരും. സോ അത് കാരണം ചില കാര്യങ്ങൾ ഞാൻ സൈലൻസിലൂടെയാണ് അറിയിക്കാറ്. അന്ന് ആ ഒരു ഫംഗ്ഷന് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മൂഡൊക്കെ അപ്പത്തേന് ചേഞ്ചായി. കാരണം എനിക്ക് സങ്കടമല്ല, സങ്കടത്തിലുപരി എനിക്ക് ദേഷ്യമാണ് വന്നിട്ടുള്ളത്. എനിക്ക് മിക്ക ടൈമും എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നാറുണ്ട്. സോ അത് കാരണം ഞാൻ കുറേ നേരം മിണ്ടാതിരുന്നു. എന്തിനാണ് വെറുതെ, അത് ഇട്ടിട്ടാണ് പറയുന്നത്, ഇത് ഞാൻ ഇട്ടിട്ടാണ് ഞാനത് കേൾക്കുന്നത്. ഇത് വിടാറില്ലായിരുന്നു, ഇതിപ്പോൾ എന്തേ ആവോ എന്നുള്ളൊരു ടൈപ്പ്. സോ ഇങ്ങനെ നിങ്ങൾക്കായിരിക്കലും കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താന്ന് പറയാം. പിന്നെ വന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ട്സ് ഉണ്ട്. ആ ഒരു ഫ്രണ്ട്സ് സർക്കിളിൽ ഒരുപാട് പേര് താലി ഒട്ടും ഊരി വെക്കാത്തവരും ഉണ്ട്, ഊരി വെക്കുന്നവരും ഉണ്ട്. പക്ഷെ ഞങ്ങളെല്ലാം നല്ല രീതിയിൽ സന്തോഷവതിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ഈ രണ്ട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ സന്തോഷവതികളായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന, നല്ല രീതിയിൽ ലൈഫ് എൻജോയ് ചെയ്ത് പോകുന്നവരാണ്. സോ ഇതിലെവിടെയാണ് ആ ഒരു ഡിഫറൻസ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സംഭവം മിസ്സായി പോകുന്നവരുണ്ട്, പൊട്ടിപ്പോകുന്നവരുണ്ട്, പുതിയത് മാറ്റി വാങ്ങുന്നവരുണ്ട്. അപ്പോൾ അവരുടെ ലൈഫോ? നമ്മൾ കെട്ടിയതല്ലാണ്ട് ഇത് മാറ്റി വാങ്ങുന്നവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. ഈ ഡിസൈൻ അല്ലായിരുന്നു വേണ്ടതെന്ന് പറഞ്ഞിട്ട് നല്ല കൂളായിട്ട് മാറ്റി വാങ്ങുന്നവരുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ളവർക്ക് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഭർത്താവ് കിട്ടിയ താലിയല്ല നമ്മുടെ കഴുത്തിലുള്ളത്, പുതിയതൊരെണ്ണം വാങ്ങിയ ഒരു ജ്വല്ലറിയിൽ പണിത ഒരു ആഭരണം മാത്രമാണ്, ഒരു ഗോൾഡ് ആഭരണം മാത്രമാണ്. സോ അപ്പോൾ നമ്മുടെ കഴുത്തിൽ കെട്ടിയ താലിക്ക് വാല്യൂ ഇല്ലേ? ഇത്തരം കുറച്ച് ക്വസ്റ്റ്യൻസ് എൻ്റെ മനസ്സിൽ നന്നായിട്ടുണ്ട്. പക്ഷെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ആൻസർ കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനിപ്പോൾ ചെയ്യുന്നത് എൻ്റെ ഇഷ്ടം മാത്രമാണ്, ഞാൻ അത് മാത്രം നോക്കിയാൽ പോരെ എന്നാണ് എൻ്റെ ഒരു ധാരണ. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ഒന്ന് പറയാം. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് അതുകൂടെ പറയാൻ മടിക്കരുത്. അപ്പം എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ ഇടുന്ന മാല അതിൻ്റെ കൂടെ ഇത് ഇട്ടാൽ എന്താന്നുള്ളത്. ഞാൻ പണ്ടും ഇപ്പോഴും അതെ, എൻ്റെ പഴയ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ കാണുന്നവർക്കറിയാം, ഞാൻ 2 മാലയൊന്നും പണ്ടും ഇടാറില്ല, ഇപ്പോഴും ഇടാറില്ല. അല്ലാണ്ട് കല്യാണത്തിന് മുന്നേ 2-3 മാല ഇട്ടിട്ട് കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് 2 മാല ഇടാൻ ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് അപ്പോഴും ഇപ്പോഴും 2 മാലയൊന്നും ഇടുന്ന ഇഷ്ടമല്ല. ഇനി ഇടുകയാണെങ്കിൽ തന്നെ അതൊരു ഔട്ട്ഫിറ്റ് ഡിപ്പെൻഡ് ചെയ്ത് മാത്രമായിരിക്കും. ഇപ്പോൾ ഒരു ചോക്കർ, ഹാരം, ഒരു വെഡ്ഡിങ് ലുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ, എൻ്റെ വെഡ്ഡിങ്ങിന് ഞാൻ ഒരു 5-6 മാല ഇട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ മാത്രം, അതെല്ലാ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഇടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസോ ഈ 2 പക്ഷത്തിലുള്ള ഒരു കാര്യം നേരിടേണ്ടി വന്നിട്ടൊക്കെ ഉണ്ടോ ലൈഫിൽ? ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയത് മാനേജ് ചെയ്യാന്ന് കൂടെ പറയാം കേട്ടോ. അതുപോലെ എൻ്റെ കാര്യം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ അതിൽ തോന്നുന്നതെന്ന് കൂടെ പറയാം. ഞാൻ ചെയ്യുന്നത് ഭയങ്കര വലിയ പാപമാണോ? എനിക്കതല്ല, ഇവർ പലരും ആരാധിക്കുന്ന പല ആൾക്കാരും, അതായത് ഇനിയിപ്പോൾ സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, ആരും ഡെയിലി ഇതൊന്നും ഇട്ടിട്ടല്ല, പക്ഷെ അവരുടെ ലൈഫും നന്നായിട്ട് പോകുന്നുണ്ട്. അതൊന്നും ഇവര്
ഇതിനിടയിൽ ഞാനൊന്ന് കണ്ണെഴുതിയിട്ട് എനിക്ക് കണ്ണെഴുതിക്കൊണ്ട് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കാരണമാണ്. സോ ഈ ഒരു കാര്യം വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ, ഒരു ദേഷ്യം മാത്രം എന്ന് പറയാൻ പറ്റില്ല, സങ്കടം, ദേഷ്യം എന്താ മനസ്സിലാക്കാത്ത, ഈ ഒരു നൂറ്റാണ്ടിൽ എത്തിയിട്ടും എന്താ മനസ്സിലാക്കാത്ത എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ചുറ്റുവട്ടത്ത് താലിയും സിന്ദൂരും ഒക്കെ നല്ല നിറഞ്ഞിട്ട് നടന്നിട്ടുള്ള ആൾക്കാർ പോലും ഇപ്പോൾ ഡിവോഴ്സ് ചെയ്ത് നിൽക്കുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെന്ത് തെറ്റ് ചെയ്തിട്ടാന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഇതൊക്കെ ചെയ്ത് നടന്നിട്ടും ഇപ്പോഴും അവരുടെ ആയുരാരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല, പക്ഷേ ദാമ്പത്യ ജീവിതത്തിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ അതെന്തുകൊണ്ടാന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പം അത് രണ്ടുപേരുടെ ഒരു ക്യാരക്ടർ, രണ്ടുപേരുടെ ആ ഒരു മനസ്സിലാക്കലിൽ ബന്ധപ്പെട്ടുള്ള കാര്യമില്ലേ, അതല്ലാണ്ട് ഒരു ഗോൾഡിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഓർണമെന്റിൽ മാത്രം അടങ്ങിയിട്ടുള്ളൊരു കാര്യമാണോ? എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം കഴിഞ്ഞു. കല്യാണത്തിന് നമ്മൾ പോയി, തിരക്കായത് കാരണം കൂടുതലൊന്നും സംസാരിക്കാനായിട്ട് പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവളുടെ ഓർണമെന്റ്സ് കാര്യം പൊതുവേ ഞാൻ അതൊന്നും അങ്ങനെ വല്ലാണ്ട് ശ്രദ്ധിക്കാറില്ല. എന്നാൽ പോലും നമ്മളൊരു റിങ് അല്ലെങ്കിൽ താലി ചെയിനൊക്കെ എവിടെ ചോദിക്കില്ല. പക്ഷെ അന്ന് നമ്മളതൊന്നും ജസ്റ്റ് നമ്മൾ ഫോട്ടോ എടുത്ത് പോന്നു. അടുത്ത ദിവസം തന്നെ, കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ അവൾ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നപ്പോൾ എവിടെയാടാ, ഞാൻ കണ്ടിട്ടൊന്നുമില്ല, എവിടെ മഹറൊക്കെ എന്ന് ചോദിച്ചു. അത് ഇന്നലെ ഞാൻ ഊരി വെച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അത് നമ്മുടെ ഹിന്ദു റിലീജിയൻ അല്ല, മുസ്ലിം റിലീജിയനുള്ള കുട്ടിയാണ്. പക്ഷെ ഞാൻ എല്ലാ മതവും ഒരുപോലെ എല്ലാ മതത്തിലും അതിൻ്റെതായിട്ടുള്ള ഒരു പവിത്രതയും കാര്യങ്ങളും, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, ഓരോരുത്തരുടെ രീതികൾ, അതൊക്കെ ഓക്കെ. ഞാൻ അതിനെപ്പറ്റി ആധികാരികമായി സംസാരിക്കാനൊന്നും വന്നതല്ല. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് ഊരി വെച്ചു എന്ന് പറഞ്ഞു. ആ കുട്ടി കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 2 വർഷം ആവാനായിട്ടുണ്ടായിരിക്കും. ഇതുവരെ ഒരു കുഴപ്പമില്ലാണ്ട് ഹാപ്പി ആയിട്ട് പോകുന്നു. അവള് അത് ഇടാറേ ഇല്ല. അതും ഈ എനിക്ക് തോന്നുന്നു മുസ്ലിം റിലീജിയൻസിൽ പെട്ടിട്ടുള്ള അവർക്കൊക്കെ മഹർ ഒരുപാടുണ്ടായിരിക്കും. ചെയിൻ ഉണ്ടായിരിക്കും, റിംഗ് ഉണ്ടായിരിക്കും, ഒരു മിക്സ് ആയിരിക്കും അവരുടെ ഒരു താലി കൺസെപ്റ്റിൽ വരുന്നത്. അവരതെന്നും ഡെയിലി ഇടാറില്ല. അവള് തലേന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ അവൾ ഊരി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അവർക്ക് ഇതൊരു പ്രോബ്ലം അല്ലാണ്ട് അവർ പോകുന്നുണ്ട്. അപ്പൊ ഇതിൽ എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു ലോജിക്ക് എന്നുള്ളത്. ഓരോരുത്തർ ഇഷ്ടമായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നമ്മുടെ ഒരു ആചാരം നമ്മൾ ഫോളോ ചെയ്യുന്നു. അത് ഇടണോ വേണ്ടയോ, ഒഴിവാക്കണോ, എടുത്തു വെക്കണോ, സൂക്ഷിക്കണോ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം മാത്രല്ലേ. അപ്പോ ഞാനിപ്പോ ചെയ്യുന്ന കാര്യത്തിൽ തെറ്റോ ശരിയോ എന്നുള്ളത് എനിക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് അറിയണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഇതിലെന്താ അഭിപ്രായം? നിങ്ങളുടെ കാര്യത്തിൽ ഇതുപോലെ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ, റെസ്ട്രിക്റ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളത് ഒന്ന് പറയാം കേട്ടോ. ഇത് ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് പറയാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പറയാം. പക്ഷെ എൻ്റെ ഒരു കേസിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ അത് ഇതിൻ്റെ ഒരു ബേസിൽ ഇത് ഇട്ടതുകൊണ്ടാണെന്നില്ല. ചിലപ്പോൾ എൻ്റെ അടുത്ത 3 മാസം ഇത് ഊരി വയ്ക്കായിരിക്കും, പിന്നെ 6 മാസം ഞാൻ ഇത് ഇടുമായിരിക്കും. ഇതെൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് ഇട്ട് തരാറുള്ളത്. അതിന് ഏതൊരു മാലയായാലും അവനാണ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെയാണ് എനിക്ക് കെട്ടി തരാറുള്ളത്. സോ ഞാൻ അതിനത്രേ ഞാൻ കാണുന്നുള്ളൂ. ഇതൊരു നമ്മുടെ ആ ഒരു ആചാരത്തിന്റെ ഉൾപ്പെട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് അതിൻ്റെ ഒരു വാല്യൂ അതിന് കൊടുക്കുന്നുണ്ട്. ഇതെടുത്ത് ഞാൻ വലിച്ചെറിയാനോ എവിടെയെങ്കിലും കൂരി വെക്കാനോ അങ്ങനെയൊന്നും നിൽക്കുന്നില്ല. ഇതെന്ന് മാത്രമല്ല, ഇത് ഗോൾഡ് ആയതുകൊണ്ടാണ് അങ്ങനെയെന്ന് ചിലപ്പോൾ ചിലർ ചിന്തിക്കും. ഒരു 10 വർഷമായിട്ട് അവൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള കളറ് പോയിട്ട് എന്താ പറയുക, അത്രയും കേടുവന്നിട്ടുള്ള ഒരു റിങ്ങൊക്കെ ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അതൊന്നും ഇവിടെ ആരും കാണാനോ കേൾക്കാനോ ഒന്നുമില്ല. അതാരും കാണും കേൾക്കും വേണ്ട. അതുപോലെ ഇപ്പൊ ഞാൻ ടാറ്റു ചെയ്തത് അവന്റെ പേരാണ്, എൻ്റെ ഹസ്ബൻഡിന്റെ പേരാണ്. ഇത് എന്നോട് ആരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പോയി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കൈമ കാണുമ്പോൾ ചെക്കന്മാർക്ക് എന്നെ നോക്കൂ, ഞാൻ കല്യാണം കഴിഞ്ഞാന്ന് വിചാരിക്കില്ലേ? സോ എൻ്റെ ഫാൻസുകാരൊക്കെ കുറയില്ലേ? ഇങ്ങനെയൊക്കെയാണോ മറ്റുള്ളവർ വിചാരിക്കുന്നതെന്ന് എനിക്കറിയൂല. എന്തായാലും നല്ല കോമഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു മേക്കപ്പ് വന്നിട്ട്, ഒരു കുട്ടി സിമ്പിൾ മേക്കപ്പാണ്. അപ്പൊ നമുക്ക് ഫൈനൽ കൂടെ കാണാം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാനായിട്ട് ഒരിക്കലും മടിക്കരുത്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടല്ലോ. സോ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രം നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ദേ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട്. ഞാനിതേ ഒരു നോസ് പിൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ചില ഔട്ട്ഫിറ്റിന് ഇതിരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ എനിക്ക് മാച്ചിങ് ആണെന്ന് വിചാരിക്കുന്നു. കുഴപ്പമില്ലാന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ ഇതേ ഞാൻ ഇങ്ങനെയാണ് പൊതുവെ പോവാറ്. സാധാരണ ഞാൻ ജിമിക്കൊന്നും ഇടാറില്ല. ഞാൻ കുട്ടി റോസ് ഗോൾഡിന്റെ എന്തെങ്കിലും ഇയറിങ്ങോ, ഡെയിലി പോകുമ്പോൾ നമ്മൾ ഈ ഒരു ഹോസ്പിറ്റൽ ഫീൽഡിലൂടെ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ഉള്ളതാണ്.
കൂടുതലായിട്ട് നമുക്ക് കംഫർട്ടും അങ്ങനെയാണ് അതിൻ്റെ രീതി. സോ അത് കാരണം ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് ലുക്ക് ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ സ്റ്റൈൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഞാൻ പറഞ്ഞ മാതിരി കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ കൂടെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് ആരെയും ഒന്നും പറയാനായിട്ടൊന്നുമല്ല, എനിക്ക് തോന്നി നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒക്കെ എന്താണെന്ന് അറിയണം എന്നുള്ളത്. സോ അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ലുക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഞാൻ വർക്കിന് പോയിട്ട് വരാം. ബൈ.